ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 5 ഇഞ്ച് മിനി ബാസ് ട്യൂബാണ്. ഓക്കെ, അപ്പം ബാസ് ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബ് സ്പീക്കർ അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു മിനിയാണ്, അതാണ്ട് ഇത്രേ ഉള്ളൂ, ചെറിയ സാധനമാണ്. 5 ഇഞ്ച് സ്പീക്കറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് വന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബാസ് ട്യൂബ് നമ്മൾ കവറിന് വെളിയിൽ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൊറിയറിൻ്റെ കവർ തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം വേറൊരു കവറിൻ്റെ അകത്ത് നന്നായിട്ട് നീറ്റായിട്ട് പൊതിഞ്ഞാണ് വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ വെളിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു കവർ ഇപ്പോഴും അതിൻ്റെ മണ്ടയിലൊരു കവറുണ്ട്. പിന്നെ അടിയിലായിട്ട് ഒരു ഒന്നല്ല 2 സ്റ്റാൻഡ് വരുന്നുണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സ്പീക്കർ ഇരിക്കുന്നത്. കണ്ടില്ല, ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് അതിനകത്താണ് ഒരു പ്രൊട്ടക്ഷൻ പോലെ വെച്ചേക്കുന്നതാണ് ആ ഒരു കവർ. പിന്നെ ഈ ഒരു റൈറ്റ് സൈഡ് വന്നു കഴിഞ്ഞാലാണ് വയറിംഗ് ഒക്കെ. ഇപ്പം നമ്മൾ കവറിന് വെളിയിൽ എടുത്തിട്ടുണ്ട്. അതാ ലെഫ്റ്റ് സൈഡ് നമ്മുടെ 5 ഇഞ്ച് മിനി ബാസ് ട്യൂബ്, അതായത് നമ്മുടെ 5 ഇഞ്ചിൻ്റെ സ്പീക്കർ ഉണ്ട്. റൈറ്റ് സൈഡിലോട്ട് വരാൻ നേരം ആ കണക്ഷൻ കാര്യങ്ങളൊക്കെ മേളിൽ നിന്നൊക്കെ നോക്കാൻ നേരം നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതിനകത്താണ് ആ ഒരു സ്പീക്കർ വരുന്നത്. സ്പീക്കർ എന്ന് പറഞ്ഞ ഒരു ഈസി കണക്ഷനാണ്. പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ കണക്ഷൻ്റെ അടിയിലൊരു എയർ ഹോൾ വരുന്നുണ്ട്, അതായത് ബാസിൻ്റെ എയർ പാസ് ചെയ്യും. പിന്നെ ഇതാണ് നമ്മുടെ വയർ, കണക്ഷൻ വയർ. ആകെ 2 വയറേ വരുന്നുള്ളൂ. ഈ 2 വയർ കണക്ട് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ തൊട്ട് മണ്ടയിൽ നമ്മൾ ട്വീറ്റർ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ട്വീറ്റർ. അത് സൗണ്ട് മാത്രം, ബാസ് ഒഴിച്ച് സൗണ്ട് മാത്രം കേൾപ്പിക്കുന്ന സംഭവം. ഇത് ഇപ്പോൾ നമ്മുടെ സ്പീക്കർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം നല്ല കിടില, അത്യാവശ്യം നല്ല ബാസുണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു ട്വിറ്ററും കൊടുത്തിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് സൗണ്ടും കേൾക്കാൻ പറ്റും, കൂട്ടത്തിൽ ബാസും കേൾക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ സ്റ്റീരിയോയ്ക്കകത്ത് വേണേൽ, അതായത് കാറിൻ്റെ സ്റ്റീരിയോയ്ക്കകത്ത് വേണേൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ബാസ് മാത്രം ഫിൽറ്റർ ചെയ്ത് അതിൻ്റെ അകത്തൂടെ കേൾപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പം എല്ലാം നോർമലാണ് ഇട്ടേക്കുന്നത്. അത് നമുക്ക് പിന്നെ വേണ്ട പോലെ മാറ്റാൻ പറ്റും, ബാസ് മാത്രം അതിൻ്റെ അകത്തൂടെ കേൾക്കുന്ന രീതിയിൽ. അപ്പം നമ്മൾ വിചാരിച്ച പോലെയല്ല, 5 ഇഞ്ചിൻ്റെ കുഞ്ഞൊരു സ്പീക്കറാണെങ്കിലും നല്ല കിടിലമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല കിടിലം ബാസുണ്ട്. പിന്നെ പ്രത്യേകം പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈസി കണക്ഷനാണ്. ജസ്റ്റ് ഒരു സ്പീക്കർ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ 2 വയർ മാത്രം ഉപയോഗിച്ച് REM ഒന്നും കൊടുക്കാതെ ചുമ്മാ ഒരു സ്പീക്കർ കണക്ട് ചെയ്യുന്ന പോലെ കണക്ട് ചെയ്യുന്നതാണ്. നല്ല ബാസുണ്ട്, കിടിലം ബാസുണ്ട്. നിങ്ങളും വീഡിയോ കണ്ടിട്ട് ബാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഇതുപോലെ ഞാൻ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്, സൈനിങ് ഓഫ്.